പാൽ നീ കുടിക്ക്, എന്നിട്ട് കുറച്ചു നേരം കൂടി പഠിച്ചോ. പാൽ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് തന്നെ നൽകിക്കൊണ്ട് അഭി പറഞ്ഞു. നാളെ നിയർ പ്രോഗ്രാമിനല്ലേ എക്സാം? കൃഷ്ണയുടെ അമ്പരന്നുള്ള നിൽപ്പ് കണ്ട് അവൻ ചോദിച്ചു. അതെ. അവളുടെ ശബ്ദം താണു പോയിരുന്നു. എങ്കിൽ പഠിച്ചോ, അവൻ കട്ടിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു. കൃഷ്ണ അഭിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്താ? വൻപുരുകങ്ങൾ ഉയർത്തി ചോദിച്ചു. മുഖത്ത് ഗൗരവം നിറഞ്ഞു തുളുമ്പി. ഒന്നുമില്ലെന്ന് തലയാട്ടി. അവൾ മേശക്കരികിൽ എത്തി. കയ്യിലെ പാൽ ഗ്ലാസ് മേശമേൽ വെച്ചിട്ട് അവൾ പഠിക്കാനായി ടെക്സ്റ്റ് തുറന്നു. പാൽ കുടിക്കുന്നില്ലേ? അഭി ചോദിച്ചു. അവൻ്റെ ശബ്ദം കനത്തിരുന്നു. കുടിക്കാം. തിരിഞ്ഞു നോക്കാതെ കൃഷ്ണ മറുപടി നൽകി. ഒറ്റ വലിക്ക് തന്നെ പാല് മുഴുവൻ കുടിച്ചു തീർത്തു. ഗ്ലാസ് മാറ്റി വെച്ചിട്ട് അവൾ വീണ്ടും പുസ്തകത്തിലേക്ക് മുഖം പോയി. അഭിമന്യുവിന് എന്താ ഇപ്പോഴൊരു ഗൗരവഭാവം എന്നവൾ ചിന്തിച്ചു. രാവിലെ മുതൽ വളരെ സൗമ്യഭാവത്തിലാണ് അവൻ കാണപ്പെട്ടത്. കുറച്ചു മുമ്പ് പോലും എത്ര സോഫ്റ്റായി ആണ് സംസാരിച്ചത്. എന്നിട്ടിപ്പോൾ പെട്ടെന്നൊരു മാറ്റം. അവൾ ഇടക്ക് തലചെരിച്ച് അവനെ നോക്കി. കട്ടിൽ കിടന്നുകൊണ്ട് ഫോണിൽ നോക്കുകയാണ് അവൻ. അച്ചമ്മയോട് നേരത്തെ തന്നെ വിവാഹകാര്യം ഒക്കെ പറഞ്ഞു വെച്ചത് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ ഭാവം കണ്ടിട്ട് ഒന്നും ചോദിക്കാനും കഴിയുന്നില്ല. വീണ്ടും പഠനത്തേക്ക് തന്നെ അവൾ തിരിഞ്ഞു. അഭിമന്യുവിൻ്റെ സാന്നിധ്യം മുറിയിലുള്ളത് കൊണ്ടാകും അവൾക്ക് പൂർണ്ണമായും ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടക്ക് തിരിഞ്ഞ് അവനെ നോക്കിക്കൊണ്ടിരുന്നു. തീരെ പ്രതീക്ഷിച്ചില്ല എങ്കിലും ഹരിയുടെ പതിയെ ഗുഡ് നൈറ്റ് മെസ്സേജ് വന്നിരുന്നു. ഉടനടി തന്നെ അവൾ തിരികെയും ഗുഡ് നൈറ്റ് അയച്ചു. ചിന്തകൾ പുറകിലേക്ക് പോകുന്നു എന്ന് തോന്നിയതും അവൾ തല കുടഞ്ഞു. വീണ്ടും പുസ്തകത്താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. തലേന്ന് മുതൽ ഉള്ള ഉറക്കക്ഷണവും പതിവില്ലാതെ രാത്രി പാല് കുടിച്ചതും കൊണ്ടും അവൾക്ക് കണ്ണുകളിലേക്ക് മയക്കമെത്തി. കുറച്ചു നേരം എന്തൊക്കെയോ പഠിച്ചെന്ന് വരുത്തി അവൾ ബുക്സ് മടക്കി വെച്ചു. ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. എന്തേ, ഉറക്കം വരുന്നുണ്ടോ? അഭി ചോദിച്ചു. അതേയെന്നവൾ തലയാട്ടി. എങ്കിൽ കിടന്നു. അവൻ്റെ ശബ്ദം വീണ്ടും മൃദുവായി. കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ചേർന്ന് കൃഷ്ണ കയറി കിടന്നു. ലൈറ്റ് ഓഫാക്കി അഭിയും കിടന്നു. കത്തിച്ചു വെച്ച ലാമ്പിൻ്റെ അരണ്ട വെളിച്ചം മുറിയിലാകെ നിറഞ്ഞു. കട്ടിലിൻ്റെ ഒരു വശത്തായി നീണ്ടു നിവർന്നു കിടക്കുന്ന അഭിയെ കൃഷ്ണ നോക്കി. എന്തെന്നറിയാതെ അവളുടെ ഹൃദയം മേഘത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി ഒരു പുരുഷനോടൊപ്പം കിടക്ക പങ്കിടുന്നു. അങ്ങനെ ഏതോ ഒരാൾ അല്ലല്ലോ, തൻ്റെ ഭർത്താവാണ്, അവൾ സ്വയം മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനു മുമ്പ് തൻ്റെ വീട്ടിൽ വെച്ച് അവനോടൊപ്പം ഒരു മുറിയിൽ അകപ്പെട്ടു പോയത് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ആ മുറിയിൽ വെച്ച് അനുഭവിച്ച പേടിയും പരിഭ്രമവും ഈ നിമിഷം തന്നോടൊപ്പം ഉണ്ടോ എന്ന് അവൾ ശങ്കിച്ചു. എന്നാൽ ഇന്ന് താൻ വിവാഹിതയാണ്. തൻ്റെ ഭർത്താവാണ് അഭിമന്യു. ഭയത്തിൻ്റെ ഒരംശം പോലും തനിക്കുണ്ടാകേണ്ട കാര്യമില്ല. കൃഷ്ണ കൈകൾ രണ്ടും വയറിന് മീതെ വെച്ച് അടഞ്ഞടച്ചു. പെട്ടെന്നാണ് അഭി ഒന്ന് തിരിഞ്ഞു കിടന്നത്. ഉടനെ തന്നെ കൃഷ്ണ ഭിത്തിയോട് ചെറുന്ന് നീങ്ങിക്കിടന്നു. അഭിമന്യുവിന് അത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. അവൻ തൻ്റെ കയ്യിലെടുത്തു ബെഡിലേക്ക് വെച്ചു. കൃഷ്ണ വീണ്ടും അല്പം കൂടി നീങ്ങി ഭിത്തിയോട് ചേർന്ന് കിടന്നു. ഇനിയും നീങ്ങിക്കിടക്കണമെങ്കിൽ ഭിത്തി പൊളിച്ച് അപ്പുറം പോകേണ്ടി വരും. അവൻ കൈകൾ മടക്കി നെറ്റിന്മേൽ വെച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. കൃഷ്ണക്ക് പെട്ടെന്ന് ജാള്യത തോന്നി. അവൾ പുതപ്പ് തലവഴി മൂടി തിരിഞ്ഞു കിടന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അഭിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കൃഷ്ണയും ഉറങ്ങിയിട്ടില്ല എന്ന് അവന് മനസ്സിലായി. കൃഷ്ണെ, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ വിളി കേട്ടു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ തവണ നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. മറുപടി കിട്ടാതെ ആയപ്പോൾ അവൻ പറഞ്ഞു. താൻ ഇടക്ക് തിരിഞ്ഞു നോക്കിയതൊക്കെ അവൻ ശ്രദ്ധിച്ചിരുന്നു എന്നവൾക്ക് മനസ്സിലായി. എപ്പോഴും ഇങ്ങനെയാണോ? കൃഷ്ണ പതിയെ ചോദിച്ചു. എങ്ങനെ? ഗൗരവം. അവൻ ഒന്ന് ചിരിച്ചു. എപ്പോഴും ഒന്നുമില്ല, ഇടക്കു മാത്രം. എൻ്റെ ഇഷ്ടമല്ലേ? അല്ല, അവൾ പറഞ്ഞു. അതെന്താ? ചോദ്യത്തോടൊപ്പം തന്നെ അവൻ കയ്യെന്തിച്ച് ലൈറ്റ് ഓണാക്കി. ഇഷ്ടമല്ലേ? അവൻ അവൾക്ക് നവ്യമുഖമായി കിടന്നു ചോദിച്ചു. അഭയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു. കുറച്ചു മുമ്പ് ഗർവത്തിൽ അല്ലേ പെരുമാറിയത്? അവൻ്റെ മുഖത്ത് നോക്കാതെ കൃഷ്ണ ചോദിച്ചു. അത് നീ പാല് കുടിക്കാൻ വേണ്ടിയല്ലേ? അവൻ ചിരിച്ചു. പിന്നെ ഒരു പോലീസുകാരനാവുമ്പോൾ അല്പം ഗൗരവമൊക്കെ ആവണം. എനിക്ക് വേണ്ടിയാണോ പോലീസിൽ ചേർന്നത്? കൃഷ്ണാകാംക്ഷയോടെ ചോദിച്ചു. അതെ. എന്താ അങ്ങനെ? അഭി മൗനം പാലിച്ചു. അച്ചമ്മയോട് നേരത്തെ എൻ്റെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ വീണ്ടും ചോദിച്ചു. ആര് പറഞ്ഞു? അവൻ്റെ മുഖം വിവരണമായി. വൈകിട്ട് കണ്ട ചേച്ചിമാരില്ലേ, അവർ പറഞ്ഞു. വേറെ എന്തൊക്കെ പറഞ്ഞു? അവൻ ബെഡിലേക്ക് എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല, അത്രേ പറഞ്ഞുള്ളൂ. അവളും എഴുന്നേറ്റിരുന്നു. ഞാനായിട്ട് നിന്നോട് പറയാൻ ഇരുന്നതാ. അതിനു മുമ്പേ അവർ പറഞ്ഞു അല്ലേ? അഭി മീശ പിരിച്ച് അവളെ നോക്കി. നാരായണിയമ്മയോട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യം. മുൻപ് തന്നെ ഞങ്ങൾ തമ്മിൽ വാക്കുണ്ടായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങിയ സമയത്ത്. നീ അന്ന് സ്കൂളിൽ പഠിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല അത്. നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു നേരത്തെ തന്നെ. അന്ന് എൻ്റെ വീട്ടിൽ വന്നതും പ്രശ്നമായതും അതിന് പിന്നാലെ കല്യാണം ഉറപ്പിച്ചതുമൊക്കെ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ? കൃഷ്ണയുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു. ഇല്ല, ഒരിക്കലുമില്ല.
അതെല്ലാം യാദൃശ്യമായി സംഭവിച്ചതാണ്. കൃഷ്ണ ഇല്ലെന്ന് തലയാട്ടി. കൃഷ്ണ, നീ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിന്നെ ആദ്യമായി കണ്ടത് മുതൽ ഇന്ന് നമ്മുടെ കല്യാണം കഴിയുന്നത് വരെ നിനക്കറിയാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നീ ഒരിക്കൽ പോലും അംഗീകരിക്കാതെ പോയ ഒരു സത്യമുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ? നിന്നോട് തോന്നിയ ഇഷ്ടം ഞാൻ തുറന്നു പറയുന്നു. നീ എന്നെ അവഗണിക്കുകയാണ് ചെയ്തത്. ഒരിക്കലല്ല, പലതവണ, വർഷങ്ങളോളം. നിനക്കൊരിക്കൽ പോലും മനസ്സിലായില്ലേ എനിക്ക് നിന്നോടുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന്? അവൻ ചോദ്യഭാവത്തിൽ കൃഷ്ണയെ നോക്കി. മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും തിരികെ എന്നോട് നിനക്ക് അല്പം പോലും ഇഷ്ടം തോന്നിയില്ലേ? ഇല്ലെന്ന് അവൾ തലയാട്ടി. അഭി നിസ്സഹായതയോടെ കൃഷ്ണയെ നോക്കി. അവളുടെ മുഖം മെല്ലെ തൻ്റെ കൈക്കുമ്പിളിലെടുത്തു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. മറ്റാർക്കും വിട്ടുകൊടുക്കാനാകാത്ത ഇഷ്ടം. അതുകൊണ്ടാണ് നിന്റെ അച്ഛമ്മയോട് വന്ന് സംസാരിച്ചതുപോലും. പക്ഷെ അവൻ പൂർത്തിയാക്കാതെ അവളുടെ കണ്ണുകളിൽ നോക്കി. ബാക്കി കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ കൃഷ്ണയുടെ മുഖത്ത് നിന്ന് അഭി വായിച്ചെടുത്തു. എനിക്കറിയാം നിനക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്ന്. അതിനെല്ലാം മറുപടി പറയേണ്ടത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ അതിനുള്ള സമയമല്ല. നാളെ എക്സാം കഴിഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. കൃഷ്ണ തലയാട്ടി. അവൾ കട്ടിലേക്ക് വീണ്ടും കിടന്നു. അല്പനേരം അവളെ നോക്കിയ ശേഷം അഭയും ലൈറ്റ് അണച്ച് കിടന്നു. അഭിയുടെ വാക്കുകൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഉരുവിട്ടു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ആകാത്ത ഒരിഷ്ടം. പതിയെ അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. പുലർച്ചെ 5 മണിക്ക് മുമ്പ് തന്നെ കൃഷ്ണ ഉറക്കം ഉണർന്നു. ചെമ്പകശ്ശേരിയിൽ വെച്ച് ശീലിച്ചു പോന്നതാണ്. എന്നും കൃത്യമായി ആ സമയത്ത് ഉണർന്നു പോകും. അവൾ കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റു. അഭിമന്യ അരുവിലായി കിടപ്പുണ്ട്. അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തു. കുളിച്ച് ഫ്രഷായി വന്ന ശേഷം പഠിക്കാനായി ബുക്ക് തുറന്നു. ലൈറ്റ് കിടക്കുന്നത് അഭിക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതി അവൾ ലാമ്പ് ഓൺ ചെയ്തു. താഴെ ആരും എണീറ്റിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. കുറച്ചു നേരം പഠിക്കാനുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കിക്കൊണ്ടിരുന്നു. 6 മണി കഴിഞ്ഞ് നേരത്തെ അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ ജാനകിയും അടുക്കള ജോലിയിൽ സഹായിക്കാൻ വരുന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. മോളെന്താ ഇത്ര രാവിലെ എഴുന്നേറ്റത്? അവളെ കണ്ടതും ജാനകി ചോദിച്ചു. പഠിക്കാൻ വേണ്ടി എഴുന്നേറ്റതാ, അവൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ 6:30 കഴിയും. പുലർച്ചെ എഴുന്നേൽക്കുന്ന പതിവില്ല. അച്ഛനും ഞാനും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെളുപ്പിനെ എഴുന്നേറ്റ് ചോറും കറികളും തയ്യാറാക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ റിട്ടയർഡ് ആയില്ലേ. അഭയും ആനയും ഉച്ചക്ക് പുറത്തു നിന്നും കഴിച്ചോളും. അർജുൻ മാത്രമേ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുപോകുള്ളൂ. അവനുള്ള ഭക്ഷണം മാത്രം രാവിലെ എഴുന്നേറ്റ് തയ്യാറാക്കും. അത് വീണ ചെയ്തോളും, ജാനകി പറഞ്ഞ് അവരോടൊപ്പം നിന്നു. കൃഷ്ണയാണ് ചായ ഇട്ടത്. അപ്പോഴേക്കും സ്വപ്നയും അടുക്കളയിലേക്ക് എത്തിയിരുന്നു. ആ എഴുന്നേറ്റോ പുതുപെണ്ണ്? സ്വപ്ന ചോദിച്ചു. കൃഷ്ണ ഒന്ന് ചിരിച്ചു. വീണ എവിടെ മോളെ? ജാനകി ചോദിച്ചു. വീണ ചേച്ചി വീട്ടിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞ് തിരിച്ചു വരും, അവൾ പറഞ്ഞു. ഇവിടെ തൊട്ടപ്പുറത്തുള്ള 2 വീട് മോൾ കണ്ടില്ലേ? ഇടതുവശത്തുള്ള വീട് അർജുൻ്റെയും വലതുവശത്തുള്ള അനിരുദ്ധൻ്റെയുമാണ്. അർജുന് വേണ്ടി കൊടുത്തുവിടാനുള്ള ഭക്ഷണം തയ്യാറാക്കാനാണ് വീണമോൾ പുറത്തേക്ക് വന്നത്. 2 വീടൊന്നുള്ളൂ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെയും പോയി വരും, സ്വപ്ന പറഞ്ഞു. ഞാനൊന്നിടയ്ക്ക് വീടിന് മുന്നിൽ നിന്ന് വീണു. അതിനുശേഷം എന്നെക്കൊണ്ട് അടുക്കള ജോലിയൊന്നും ഇവർ 2 പേരും ചെയ്യിക്കില്ല. ഒന്നുകിൽ ഇവർ 2 പേരും അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നുണ്ടാക്കി തരും. ഇപ്പോൾ വയ്യായികയൊന്നുമില്ല, എന്നാലും ജോലിയെല്ലാം ഇവർ 2 പേരും കൂടി ചെയ്യുക. ജാനകി ചിരിച്ചു. ജാനകിയെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ഇരുവരും കാണുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ജാനകിയും അതേസമയം തന്നെ സ്വന്തം മക്കളോടെന്ന പോലെയാണ് ഇരുവരും കാണുന്നത്. ഇപ്പോൾ അവരോടൊപ്പം തന്നെയും ഒരു മകൾ ആയി കാണുന്നു. ചായ കപ്പുകളിലേക്ക് പകരുന്നിടയിൽ കൃഷ്ണ ചിന്തിച്ചു. മോൾ ഈ ചായ അബിക്ക് കൊണ്ടുകൊടുക്ക്. ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ തന്നെ അവന് ചായ കുടിക്കണം, അതൊരു നിർബന്ധമാണ്. അവൾ കയ്യിൽ ചായക്കപ്പുമായി മുകളിലേക്ക് കയറി ചെന്നു. അഭിമന്യു അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ചായക്കപ്പ് മേശമേൽ വെച്ചിട്ട് അവൾ അവനരികിലായി ചെന്നിരുന്നു. കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. തലേന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്കെത്തി. അവനെ എങ്ങനെ ഉണർത്തുക എന്നവൾ ചിന്തിച്ചു. എന്താ വിളിക്കേണ്ടതെന്നോ അറിയില്ല. ഇതുവരെ അതിനൊരു അവസരം ഉണ്ടായിട്ടും ഇല്ലല്ലോ. അവൾ തൻ്റെ മുള്ളിൽ കെട്ടിവെച്ചിരുന്ന തോർത്തയച്ചു അവൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു. കണ്ണിൽ നനവ് അനുഭവപ്പെട്ടതും അവൻ കണ്ണുകൾ തുറന്നു. പുഞ്ചിരി തോകുന്ന മുഖമായി ഇരിക്കുന്ന കൃഷ്ണയെ അവൻ കണ്ണുടക്കാതെ നോക്കി. ചായ കൊണ്ടുവന്നതാ. അവൾ ചായക്കപ്പ് അവന് നേരെ നീട്ടി. ബെഡിലേക്ക് ചാരിയിരുന്നു. അവൻ്റെ ചുണ്ടോട് ചേർത്തു. അമ്മയല്ലേ ചായ ഇട്ടത്? അല്ല, ഞാനാ. എന്നും കൊടുക്കുന്നതിൽ നിന്നും വ്യത്യാസം തോന്നി, അതാ ചോദിച്ചത്. അവളൊന്നും മൂളി. എന്തിനാ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞത്? ചായ കുടിക്കുന്നതിൽ അവൻ ചോദിച്ചു. അത് ഉറക്കം എഴുന്നേൽക്കാൻ വേണ്ടിയാ. ഇനിയൊന്നും അങ്ങനെ ആയിരിക്കുമോ? അവൻ ചോദിച്ചു. കൃഷ്ണയും ചിരിച്ചു. ഞാൻ എന്താ വിളിക്കേണ്ടത്? അവൾ പതിയെ ചോദിച്ചു. എന്താ വിളിക്കാൻ ഇഷ്ടമുള്ളത്? അവൻ തിരികെ ചോദിച്ചു. അറിയില്ല, ഏട്ട എന്ന് വിളിക്കട്ടെ. അഭയേട്ട എന്ന് വിളിച്ചോ? അഭയേട്ടൻ, അവൾ മനസ്സിൽ പറഞ്ഞു നോക്കി. ഞാൻ ഫ്രഷായി വരാം. ചായക്കപ്പ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു.
അഭി ഫ്രഷായി താഴെ വന്നപ്പോഴേക്കും കൃഷ്ണ വീണ്ടും പഠിത്തത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആയിരുന്നു. 9:30 മുമ്പായി തന്നെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി. 10 മണിക്ക് മുമ്പ് തന്നെ കോളേജിലെത്തി കൃഷ്ണയെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയതിനു ശേഷം അഭി പുറത്ത് കാത്തുനിന്നു. 1 മണിയോടുകൂടി പരീക്ഷ കഴിഞ്ഞവർ തിരിച്ചു. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷം അഭി അവളെയും കൂട്ടി ആൾ തിരക്കില്ലാത്തൊരു പാർക്കിലേക്ക് പോയി. ഒരു മരത്തിൻ്റെ അടുത്തായി അവർ ഇരപ്പുറപ്പിച്ചു. ഞാനിന്നലെ പറഞ്ഞില്ലേ നിന്റെ അച്ഛമ്മയെ അന്ന് കണ്ട കാര്യം. അഭി കൃഷ്ണയെ നോക്കി. അവൾ അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. ഞാനൊന്ന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക, നീ സ്കൂളിൽ പഠിക്കുന്നു. നിന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും എന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് തോന്നിയില്ല. പറഞ്ഞാൽ അതിശക്തിയോഗ്യമാണെന്ന് കരുതരുത്. ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കുന്നു പെണ്ണ് നീയാ. നിന്നോട് ഉള്ളിലെ വിടയൊരിഷ്ടം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു കല്യാണം കഴിക്കുന്നു എങ്കിൽ അത് നിന്നെ തന്നെയായിരിക്കുമെന്ന്. ആ ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് ചെമ്പകശ്ശേരിയിൽ വന്ന് നാരായണിയമ്മയോട് സംസാരിച്ചത്. അന്ന് ആ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? കൃഷ്ണ ചോദിച്ചു.